ഹായ് ഫ്രണ്ട്സ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB നടത്തിയ ജൂനിയർ എഞ്ചിനീയർ, DMS, CMA തുടങ്ങിയ പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കട്ട് ഓഫ്, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കാര്യങ്ങൾ, എങ്ങനെ റിസൾട്ട് നോക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നോക്കാം. റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏത് RRBയിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. ഇത് RRB ചെന്നൈയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ കാണാം 3/2024 അഥവാ ജൂനിയർ എഞ്ചിനീയറുടെ കാറ്റഗറി നമ്പർ. അത് നമുക്ക് ചെന്നൈയിലെ കട്ട് ഓഫ് നോക്കാം. ചെന്നൈയിലെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് 78.33733 മാർക്കാണ്. ഓരോ പോസ്റ്റിനും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ഓരോ കാറ്റഗറിക്കും വ്യത്യസ്ത കട്ട് ഓഫാണ് വന്നിരിക്കുന്നത്. EWS, ESM ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾ ആ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യുക. കാരണം അതിനൊക്കെ കട്ട് ഓഫ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതാൻ പോകുന്നവരും ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു റേഞ്ച് തന്നെ പിടിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുകയുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ക്വസ്റ്റ്യൻ രീതിയും എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഒരു 80 മുകളിലേക്ക് സ്കോർ ചെയ്യുക എന്നായിരിക്കണം. ഈ രീതിയിലാണ് കട്ട് ഓഫ് വരിക. പോസ്റ്റിന് വരുന്ന ഓരോ കാറ്റഗറിയും അതേപോലെ തന്നെ നമ്മുടെ റിസർവേഷൻ കാറ്റഗറിയും ഇതിനെല്ലാം വേറെ വേറെ കട്ട് ഓഫാണ്, വേറെ ലിസ്റ്റാണ് വരിക. അപ്പോൾ എന്തെങ്കിലും കാറ്റഗറി ഒക്കെ ഉള്ളവർ അതേ കാറ്റഗറി തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ഓഫിലൊക്കെ കുറവ് വരുന്നതായിരിക്കും. ഈ കട്ട് ഓഫ് നോക്കേണ്ടത് നമ്മുടെ നോർമലൈസ്ഡ് മാർക്ക് വെച്ചിട്ടാണ്. അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ക്ലിക്ക് ഹിയർ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ CBT2. CBT2 വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരുടെ വിവരങ്ങളാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF പോകും. ഇത്രയുമാണ് രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. അവരുടെ റോൾ നമ്പറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെന്നൈയിൽ 9678 പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി RRB തിരുവനന്തപുരത്തെ കട്ട് ഓഫ് നോക്കാം. ഇതാണ് തിരുവനന്തപുരം ജില്ലയിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ്. ഇവിടെ കുറച്ച് കുറവാണ്. 72.521994 ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫ്. OBC ആണെങ്കിൽ 65 വന്നിട്ടുണ്ട്. EWS 40 വന്നിരിക്കുന്നത്. ESM 51 കട്ട് ഓഫ് വന്നിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്കോർ കാർഡ്, നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും അനുബന്ധ വിവരങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ക്ലിക്ക് ഹിയർ സ്കോർ കാർഡ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ പേജിലേക്ക് പോകും. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അത് അടിച്ചു കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കോളത്തിൽ കാണുന്ന നമ്പർ അതേപോലെ അടിച്ചു കൊടുക്കുക. ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും. എക്സാമിൻ്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇതിൻ്റെ ഇവിടെ സ്കോർ കാർഡ് എന്ന് ലാസ്റ്റ് ഒരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താലാണ് നമ്മുടെ സ്കോർ കാണിക്കുക. ഇതാണ് നമ്മുടെ സ്കോർ കാർഡ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫോട്ടോ ഉണ്ടാകും. പിന്നെ രജിസ്ട്രേഷൻ നമ്പറാണ്. അതിനുശേഷം റോൾ നമ്പർ കാണിക്കും. പിന്നെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് കാണിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കും. പിന്നെ അപ്ലൈഡ് ഫോർ RRB, തിരുവനന്തപുരത്തേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണിക്കും. CBT1ൻ്റെ ഡേറ്റ് കാണിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യനാണ് ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതിൽ എത്രണ്ണം അറ്റൻഡ് ചെയ്തു? അത് 54 അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടോട്ടൽ വാലിഡ് ക്വസ്റ്റ്യൻസ്, അതായത് 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒഴിവാക്കിയ ചോദ്യങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള ചോദ്യങ്ങളാണ് പരിഗണിക്കുക. ഇവിടെ 95 പരിഗണിക്കുന്ന ചോദ്യങ്ങൾ, അതായത് 5 ക്വസ്റ്റ്യൻ ഒഴിവാക്കി ബാക്കി 95 പരിഗണിക്കുന്നു. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻസൽഡ് അല്ലെങ്കിൽ ഇഗ്നോർഡ് 5 ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എത്ര എണ്ണം കറക്റ്റാക്കി, എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം കറക്റ്റാക്കി, 43 എണ്ണത്തിന് കറക്റ്റാക്കി, എത്ര എണ്ണം തെറ്റിച്ചു. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസേർഡ് ഇൻകറക്റ്റ്ലി 11. പിന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/3 മാർക്കാണ് നഷ്ടപ്പെടുക. അപ്പോൾ 11/3 അത്രയും മാർക്ക് ഈ കിട്ടിയ 3 മാർക്ക് നഷ്ടപ്പെടും. ബാലൻസ് ഉണ്ടാവുക 39.3333 മാർക്കാണ്. അത് നമുക്ക് റോ സ്കോർ എന്ന പേരിലാണ് അറിയപ്പെടുക. നമുക്ക് എഴുതി കിട്ടിയിരിക്കുന്ന മാർക്കാണ് 39.33 മാർക്ക്. ഇത് 95 മാർക്കാണ്. ഇത് നേരെ 100 മാറ്റും. 100 ക്വസ്റ്റ്യൻ ആകുമ്പോൾ അത് പറയുന്നത് പ്രോ റേറ്റഡ് സ്കോർസ് ഔട്ട് ഓഫ് 100. അത് 41.4035 അതായത് 5 ക്വസ്റ്റ്യൻ ഒഴിവാക്കി ബാക്കി 95 ഈ 39 മാർക്ക് കിട്ടിയിരിക്കുന്നത്. അത് നേരെ 100 മാറ്റി. ആ 100 മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് 41.4035 മാർക്കാണ്. പിന്നെ അടുത്താണ് നോർമലൈസ്ഡ് മാർക്ക്. അത് 42.860888 മാർക്കാണ്. ഇതാണ് നമ്മുടെ റിസൾട്ടിന് വേണ്ടി അല്ലെങ്കിൽ കട്ട് ഓഫിന് വേണ്ടി പരിഗണിക്കുന്ന മാർക്ക്. ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കാം. അതിനായി അടുത്തൊരു കാര്യം നോക്കേണ്ടതുണ്ട്. പെർസെൻറ്റൈൽ സ്കോർ എന്നൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് 0 മുതൽ 100 വരെയുള്ളൊരു നമ്പറാണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്?
നമ്മുടെ ഷിഫ്റ്റിൽ ഒരുപാട് പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. അവർക്കെല്ലാം സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ നമ്മുടെ സെയിം എക്സാം എഴുതിയതിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ശരിയാക്കി, ഇതെല്ലാം വെച്ചിട്ടൊരു സ്കോർ കണ്ടുപിടിക്കും. അതാണ് ഈ പെർസെൻറ്റേജ് സ്കോർ. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ഇൻ ദ ഷിഫ്റ്റ്. നമ്മൾ എഴുതിയ ഷിഫ്റ്റിൽ എത്ര പേര് പരീക്ഷ എഴുതി, അത് 1076 പേരാണ്. പിന്നെ നമുക്ക് കിട്ടിയ മാർക്കും അതിൽ കുറവ് മാർക്ക് കിട്ടിയവരുടെ എണ്ണം. അതായത് നമുക്കൊരു മാർക്ക് കിട്ടി, 41 മാർക്കാണ് നമുക്ക് കിട്ടിയ മാർക്ക്. ഈ 41 ഇതിൽ കുറവ് കിട്ടിയവരുടെ എണ്ണം നോക്കും. അത് 607 ആണ്. ഇനി ചെയ്യുന്നത് 607 ഹരിക്കണം 1076 ഇൻറ്റു 100. ഇപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അതാണ് പെർസെൻറ്റേജ് സ്കോർ 56.4126. ഈ സ്കോർ എത്രമാത്രം കൂടുന്നു അതിനനുസരിച്ച് നമ്മളുടെ നോർമലൈസേഷൻ മാർക്ക് കൂടും. ഇതിനർത്ഥം മറ്റാരും എഴുതാത്ത എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുന്നു അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടും എന്നാണ്. എല്ലാവരും എഴുതിയ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ നോർമലൈസേഷൻ മാർക്ക് കുറവായിരിക്കും. എന്നാൽ ആരും എഴുതാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പെർസെൻറ്റേജ് സ്കോർ ഉയർന്നതായിരിക്കും. അത് 100-നോടടുത്ത സംഖ്യ ആയിരിക്കും. അതിനനുസരിച്ച് ഈ നോർമലൈസേഷൻ മാർക്ക് കൂടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആർക്കും അറിയാത്ത ക്വസ്റ്റ്യൻസ്, നല്ല പാടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടും. ഇതേക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം, 2 കമ്പാരിസൺ ചെയ്തിട്ട്. അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇത്രയുമാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഷോർട്ട് ലിസ്റ്റഡ് ഓർ CBT 2 രണ്ടാമത്തെ സ്റ്റേജിന് വേണ്ടി യോഗ്യത നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം. ഇവിടെ യോഗ്യത നേടിയിട്ടില്ല. ഇനി വേറൊരു കാര്യമുണ്ട്. ഇവിടെ 3ാമത്തെ ടാബ് കാൻഡിഡേറ്റ് റെസ്പോൺസ്. നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെയായിട്ട് ക്ലിക്ക് ഹെയർ ടു ജനറേറ്റ് ഇറ്റ്, അവിടെ ഹെയറിൻ്റെ അവിടെ ഒരു ലിങ്ക് ആയിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ മുകളിൽ കാണാം, അത് ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രിൻ്റ് അല്ലെങ്കിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ പരീക്ഷ എഴുതിയവർ ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി അത് വീഡിയോ ചെയ്യാൻ തയ്യാറുള്ളവർക്ക് അയച്ചു തരാം. നമ്പർ ഇതാണ് 7558071990. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അയച്ചു തരിക. എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. പരീക്ഷ എഴുതിയവർ ഈ രീതിയിലാണ് നോക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.